എടാ നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് തവളയൊന്നും കിട്ടിയില്ലല്ലോ. തവള കിട്ടും, എന്തായാലും തവളെ പിടിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ ഇവിടുന്ന്. മതി മതി, തവള കിട്ടിയിട്ട് പോയാൽ മതി. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വയ്യ തവളയാണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി. ഹായ്, എനിക്കും കൊതി വന്നിട്ടായേ. അവിടുത്തെ ഒരു വെട്ടം കാണുന്നേ, ശരിയാണല്ലോ, നല്ല വെട്ടം. ഈ വെട്ടം കണ്ട് തവളയെല്ലാം ഓടിപ്പോവല്ലോ കാട്ടിന്ന്. രാത്രി വന്നാലേ തവളെ കിട്ടത്തുള്ളൂ, അതുകൊണ്ടല്ലേ രാത്രി വന്നത് നമ്മൾ ഈ കാട്ടി തവളെ പിടിക്കാൻ വേണ്ടി. അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ മുറി കിടന്ന് ഉറങ്ങുവന്നാ. എന്റെ അമ്മ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ മുറി കാണുമെന്ന് വിചാരിച്ചേക്കുന്നേ. വല്ലാത്തൊരു സ്മെല്ല് ഇനി പുകയുടെ. ശരിയാ, പ്ലാസ്റ്റിക് എന്തോ ഏതാണ്ട് കത്തുന്നതിന്റെ സ്മെല്ല്. ചൂടെടുക്കുന്നു. അയ്യോ, എന്തൊരു ചൂടായത്. ശരിയാടി, നല്ല ചൂടുണ്ട്. എന്നാ ഈ വെട്ടം എവിടെ നിന്ന് വരുന്നത്? ആ ഭാഗത്ത് പുക കാണുന്നുണ്ടല്ലോ, തീ കത്തുന്നുണ്ടോ അവിടെ നിന്നും? വേട്ടക്കാരും എല്ലാം വന്നു തന്നു. ഇനി അവര് തീ കൂട്ടിയിട്ടിട്ടെങ്കിൽ തീ കായും, തണുപ്പല്ലേ. അയ്യോ, വേട്ടക്കാരെ പേടിയാ, നമ്മളെ പിടിക്കും അവര്. ശരിയാ, അറിയാൻ പറ്റത്തില്ല, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ നേരെ വെടി വെക്കും അവര്. നമുക്ക് ആരും കാണുന്നത് ഒളിച്ചിരിക്കാം. ആ കാട്ടി നല്ല അനക്കമുണ്ട് കേട്ടോ, നമുക്ക് ഈ ഒളിച്ചു നോക്കാം അവിടെ ചെന്ന്. ബാ എടേ ഒന്ന് ചെറുതായിട്ട് കത്തിക്കട്ടാ. നമ്മളല്ലെങ്കിൽ കാട്ടുമുയലിനെ മുളകും ഉപ്പൊക്കെ തേച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി തീ കാണത്തില്ല. ആ ശരി ആശാനെ, ഞാൻ തീ കുറച്ചിട്ടാ. മിണ്ടല്ലേടാ, നമ്മുടെ സൗണ്ട് കേൾക്കും അവര്. നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വെടിവെച്ച് കൊല്ലും അവര് കണ്ടു കഴിഞ്ഞാല്. ഡാ, നീ പെട്ടെന്ന് പോയാൽ മുയലിനെ റെഡിയാക്ക്. ഞാനെങ്കിൽ ഉപ്പും മുളക് പിന്നെ മസാല ഇതെല്ലാം കൂടെ കുഴച്ച് വെച്ചേക്കുക. ഇനി ആ മുയലിന്റെ ദേഹത്തോട്ട് വരട്ടി ഇങ്ങോട്ട് തൂക്കിയിടുക, അത്രേ ഉള്ളൂ. വെടിയിറച്ചി കഴിച്ചിട്ട് കുറെ നാളായല്ലോ ആശാനെ. എന്തായാലും ഇപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റിയല്ലോ. ഒരു 5-6 മാസമായെന്ന് തോന്നുന്നു വെടിയിറച്ചി കഴിച്ചിട്ട്. അയ്യോ പാവം മുയല്, അതിനാണെങ്കിൽ ചുടാൻ പോവാ അവര്. ചേച്ചി മിണ്ടായി ചേച്ചി. എന്തുവാടാ പിള്ളേരുടെ സൗണ്ട് പോലെ കേട്ട്? ഇല്ല ആശാന് തോന്നിയതാ. തീ വീണ്ടും കൂടുതലാന്ന് തോന്നുന്നു. എന്താ കൊച്ചനെ ഇങ്ങോട്ട് വാടാ, ഇതേ തീ കൂടി വരുന്നത്. നിക്കാശാനെ, ഞാൻ മുയലിനെ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കൊണ്ടുവരാം. തീ കൂട്ടിയിട്ടേക്കുന്നുണ്ട്, ഇപ്പൊ മരത്തെ തീ പിടിക്കുമല്ലോ. എടാ ഓടി വാടാ, മരം കത്തുന്നതാ. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് മാറി നിൽക്കണ്ടേ, ഭയങ്കരമായിട്ട് തീ കത്തുന്നു. അയ്യോ ശരിയാ, ആ മരം കത്തിയപ്പോ നമ്മുടെ ദേഹത്ത് തന്നെ ഒന്ന് വീഴും, മാറിക്കോ. അയ്യോ ആശാൻ, ഇത് എങ്ങനെ അടയ്ക്കാൻ ഈ തീ? നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മരം കത്തുന്ന കേട്ടില്ലേ? മരം അവിടെ നിന്ന് കത്തട്ടെ, നമുക്ക് നോക്കട്ടെ, നമുക്ക് വേറെ തീ കൂട്ടാം. ഇനി എന്തായാലും ഈ തീക്കകത്ത് വെച്ച് മുയലിനെ എന്തായാലും പൊരിക്കാൻ പറ്റത്തില്ല. നീ മുയലിനെ പൊരിക്കോ ചൂടോ എന്താ വെച്ചാൽ ചെയ്യേ, എന്നാ വേറെ തീ കൂട്ട്. അയ്യോ ആശാൻ എങ്ങോട്ട് നോക്കി? ഇപ്പൊ 2 മരം കത്തുന്നു. അവിടെ മരം കത്തട്ടെ, നീ ഇതിനകത്ത് നോക്ക്, നീ ഇങ്ങോട്ട് വാ. അയ്യോ വേട്ടക്കാരൻ ഇങ്ങോട്ടല്ല ഓടി വരുന്നത്, അവിടെ തീ പിടുത്തോണ്ടായിരുന്നു സൗണ്ട് കേൾക്കുന്നു. ദൈവമേ, അവര് നമ്മളെ കാണുമല്ലോ ഇപ്പൊ. നീയൊക്കെ ആരാ? ആശാൻ ഇവിടെ സൗണ്ട് ആയിരിക്കും നേരത്തെ കേട്ടത്. ആശാൻ പറഞ്ഞു എന്റെ കൊച്ചു പിള്ളേരെ സൗണ്ട് കേട്ടെന്ന്. അയ്യോ അത് പിന്നെ ഞങ്ങള് തവളെ പിടിക്കാൻ വന്നതാ. തവളെ പിടിക്കാൻ വന്നു? അവിടെ നിക്ക് പോവാൻ വരട്ടെ. എന്റെ തോക്കെന്തിയടാ കൊച്ചവാ. ആശാനെ തോക്കെടുത്തില്ല ആശാനെ, അവിടെ എനിക്ക് തോക്ക് കിടന്ന് കത്തുന്ന ഞാൻ കണ്ട്. എന്റെ തോക്ക് കത്തിപ്പോ അവിടെ കിടന്ന്. നീ അവിടെ നോക്കിക്കായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ നീ എന്താ തോക്ക് എടുത്തോണ്ട് വരാഞ്ഞത്? ശരിയാ, നമ്മളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിട്ട് അയാൾ ആ തോക്ക് അന്വേഷിച്ചത്. ഇതെന്താടാ കൊച്ചവാ വെട്ടം കാണുന്നത്? അയ്യോ കാട്ടുതീ ഇങ്ങോട്ട് വരുവാണല്ലോ. ആശാനെ, ഞാൻ കാട്ടുതീ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിൽക്കുന്ന കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഇവരെ ഒന്നും ചെയ്യണ്ട, പിള്ളേരെ നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ രക്ഷപ്പെടാൻ പോവാ. ഇവിടെ കാട്ടുതീ ഉണ്ടായത് ഭാഗ്യം നിന്റെയൊക്കെ, അല്ലെങ്കിൽ നിന്നെയൊക്കെ എങ്ങനെയെങ്കിലും വക വരുത്തിയേനെ. കൊച്ചവ, നമ്മൾ എന്തുകൂടി രക്ഷപ്പെടുകടാ? എനിക്കറിയത്തില്ല ആശാനെ, ആശാൻ എന്നെ ഇതെല്ലാം വരുത്തി വെച്ചത്. തലമാട്ട് നോക്കി ഒരെണ്ണം തരും കേട്ടോ. ഞാൻ കാരണം ഒന്നുമില്ല, നീ എന്റെ തീ കൂട്ടിയിട്ടത്. നിന്നോട് തീ കുറയ്ക്കുന്നത് ഞാൻ എത്ര വേണോ പറഞ്ഞതാ. അതുവഴി അങ്ങോട്ട് പോകാം, എല്ലാരും എന്റെ ബാക്കി വാ. ആദ്യമായിട്ടാണ് ആശാൻ ഇങ്ങനെ മര്യാദയ്ക്ക് ആൾക്കാരോട് പെരുമാറുന്നത് കാണുന്നേ. അല്ലാതെ ഇപ്പൊ തീപിടുത്തം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആശാൻ ഇപ്പൊ ഇവരെ പൊരിച്ചാനെ വിട്ടിട്ട് കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെയാണോ എത്തിയത്? തീകൃഷ്ണ വീണ പിന്നെ പൊള്ളാതിരിക്കൂടി. എടവ കൊശവ, നീ ഇങ്ങോട്ട് വേടാ, അങ്ങോട്ട് നോക്കിക്കാതെ ഇതുവഴി ഇറങ്ങാൻ പറ്റുമോ നോക്ക്. ആ വഴി എല്ലാം തീ കത്തിക്കൊണ്ടിരിക്കും ആശാനെ. നമ്മൾ തുറസായ ഒരു സ്ഥലത്ത് എത്തിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതെല്ലാം കാടല്ലേ, കാടായിട്ട് മൊത്തത്തിൽ തീ പടർന്ന് കിടക്കുക. കൊടുങ്കാടായിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്താനും പറ്റത്തില്ല, ആരുടെയും കൈ ഫോണും എടുത്തില്ല. കൊടുങ്കാടായാലും പ്രശ്നമില്ല, ഫയർഫോഴ്സിനെ വിളിക്കായിരുന്നു നമുക്ക്, ഫോൺ ആരെങ്കിലും എടുത്തായിരുന്നെങ്കിൽ. ആരെങ്കിലും ഇനി ദൂരെ നിന്ന് ഈ തീ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ രക്ഷിക്കാൻ വന്നാൽ രക്ഷപ്പെട്ടു. നോക്കുന്നില്ലെങ്കിൽ നമ്മുടെ തലവഴി വന്ന് വീണ് ഈ തീമരം. അയ്യോ ആശാനെ മാർക്കോ, അതേ കുതിര ഓടി വരുന്നു. കുതിരയോ? കാട്ടിൽ മൃഗങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ. നമ്മളിനി വല്ല കാട്ടാനും കുത്തി കൊല്ലുവോ? അയ്യോ
ആശാനെ ആ കൊച്ചു രക്ഷപ്പെട്ടല്ലോ. ആ കൊച്ചു കുതിരയുടെ പുറത്ത് കയറിയുണ്ട്. ആ കുതിര ഉണ്ട് ആ തീയുടെ മണ്ടയ്ക്ക് എടുത്തിയാടി അപ്പുറത്ത് പോയി. അമ്മടി ചേച്ചി രക്ഷപ്പെട്ടു ചേച്ചി. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ഇനി വല്ല കുതിര വന്നാലും നമുക്ക് കുതിരയുടെ പുറത്ത് കയറിയിട്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടായിരുന്നു. പിന്നെ ഇനിയിപ്പോ എവിടുന്ന് കുതിര വരാനാടാ? പോടാ. അയ്യോ ശരിയാണ്, തോണ്ടാ ഒരു കുതിര വരുന്നടാ. അയ്യോ നമ്മുടെ നേരെ വരുന്നു. കുട്ടി കുതിരയുടെ പുറത്ത് കയറി പോന്നു. ഓ ഭാഗ്യം, അങ്ങനെ അവനെ രക്ഷപ്പെട്ടു. എടി നമുക്കും കൂടെ നോക്കാടി കുതിര വരുമോന്ന്. നമുക്കും അങ്ങനെ കയറി പോരുത് കുതിര വരുവാണെങ്കിൽ. ആശാനെ അവരാണെങ്കിൽ കുതിരയുടെ പുറത്ത് കയറി രക്ഷപ്പെടുക. നമ്മളെങ്ങനെ രക്ഷപ്പെടാനാ? ഇനി വരുന്ന കുതിരയെ നമുക്ക് കൈക്കലാക്കണം. കുതിര വരുന്നുണ്ട്, നമ്മളിൽ ആര് കയറും? കുതിര വരുന്നുണ്ടോ? ഇങ്ങനെ നീ കയറ്. വേണ്ട, മണിക്കുട്ടൻ കയറും. മണിക്കുട്ടൻ ചേട്ടൻ രക്ഷപ്പെടട്ടെ. ഈ കുതിരയോ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. ഇനി വരുന്ന കുതിര ഇനി അവക്ക് വിട്ടുകൊടുക്കരുത്, നമുക്ക് പിടിക്കണം അതിനെ. ശരി ആശാനെ, കുതിര ഇനി വരുമോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. ഇനി വരുന്ന കുതിരയെ നമുക്ക് മിസ്സാക്കരുത്. കുതിര ഇനി വരുമോ? ആശാനെ ഇവിടെ കുതിരയെ പിടിക്കാൻ നിൽക്കുമല്ലേ, നമുക്ക് ഇവിടെ അടിച്ചു വീഴ്ത്തിയാലോ? അത് ശരിയാ. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുതിര വരുമ്പോഴത്തേക്ക് അവൾ വേണം ചാടിക്കറി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആദ്യമേ അടിച്ചങ്ങ് വീഴ്ത്താം, പിന്നെ കുതിര വരുമ്പോൾ നമുക്ക് കയറി പോകാമല്ലോ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ ചേട്ടന്മാരെ? നിങ്ങളും കൂടെ ഉള്ള ഒരു ഹെൽപ്പ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. ഹെൽപ്പോ? ആ ഇപ്പൊ കാണിച്ചു തരാം. ആശാന്റെ അടി ഏറ്റ് കേട്ടോ. അവള് ബോധം കേട്ടങ്ങ് വീണ്. ഇനി നമുക്ക് കുതിര വരുന്നുണ്ടോ നോക്കി നിൽക്കാം. ഇനി ഇവരുടെ ശല്യമില്ലല്ലോ. ആശാനെ കുതിര വരുന്നുണ്ടോ തോന്നുന്നു. അത് കുതിരയാന്ന് തോന്നുന്നില്ലല്ലോ കണ്ടിട്ട്. അയ്യോ ആശാനെ, അത് കുതിരയല്ല, അത് കരടിയാവല്ലോ വരുന്നത്. ശരിയാടാ, കരടിയാടാ. നമുക്ക് എത്ര പെട്ടെന്ന് ആ മരത്തിൽ കയറാം. ആ കരടി ഇങ്ങനെ അടുത്തെത്തിയല്ലോ. ആശാനെ നമ്മൾ നിൽക്കുന്ന ഈ മരമാണെങ്കിൽ കത്തുന്നുണ്ട് ഒരു സൈഡ്. ഇത് എപ്പോഴാ കത്തി മൊത്തം തീരുന്നെന്ന് അറിയത്തില്ല. ആ കരടി ഇപ്പൊ അവളെ പിടിച്ച് തിന്നുമെന്ന് തോന്നുന്നു. ആശാനെ ആ കരടി അവളെ മണപ്പിച്ച് നോക്കുന്നു കേട്ടോ. അവക്ക് ജീവനില്ലെന്ന് പറഞ്ഞിട്ട് ആ കരടി പിന്മാറുവാന്ന് തോന്നുന്നു. ശരി ആശാനെ, അവക്കാണെങ്കിൽ ജീവനില്ലെന്ന് പറഞ്ഞ ആ കരടി അങ്ങ് പോവാ. അയ്യോ നമ്മളെ കണ്ട് കരടി. അയ്യോ ഈ മരത്തിന്റെ പകുതി കത്തി കഴിഞ്ഞ് ഈ മരം എപ്പോ താഴെ വീഴും. അയ്യോ ആശാനെ ഇപ്പൊ മരം വീഴുവേ. അയ്യോ നമ്മൾ ഈ കരടിയുടെ മുമ്പിൽ തന്നെ ഒന്ന് വീണല്ലോ. അയ്യോ നമ്മളെ ഇപ്പൊ കരടി പിടിച്ച് തിന്നും. വേറെ മുരളന്ന് കേട്ടോ. അയ്യോ ഞാനിത് എവിടെയാ? അയ്യോ എന്റെ പുറകിൽ അങ്ങനെ ഒരു മരം വീണ് കത്തുകയും ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെ കിടക്കുന്നത്? ഏതെന്റെയൊക്കെ അവശിഷ്ടം കിടക്കുന്നത്? ആരെന്റെയൊക്കെ തിന്നു ഇവിടെ ഇട്ട്? തേനിന്റെ കൂടും കിടക്കുന്നു. ഇവിടെ എന്താ ചേട്ടന്മാരെ കാണാനില്ലല്ലോ. അയ്യോ അവരുടെ ഡ്രസ്സൊക്കെ കിടക്കുന്നത്. ഏതോ കാട്ടുമൃഗം പിടിച്ച് അവരെ തിന്നു തോന്നുന്നു. ഹായ്, അടുത്ത കുതിര വരുന്നുണ്ട്. അതിൽ കയറി രക്ഷപ്പെടാം. അയ്യോ തീ തട്ടാതെ രക്ഷപ്പെട്ടാ മതി. ഇങ്ങനെ ചേച്ചി ഇതുവരെ കാണാനില്ലല്ലോ. കുതിര വരെ താമസിക്കുന്നതായിരിക്കും. നിങ്ങളല്ലേ ഇവിടെ നിൽപ്പുണ്ടോ? ചേച്ചി എന്തൊക്കെ ഇങ്ങനെ ഇത്ര താമസിച്ച് വരാൻ? ഇതൊക്കെ പെട്ടെന്ന് കുതിര കിട്ടിയില്ലേ? അയ്യോ ഞാൻ ഇപ്പഴാ പറഞ്ഞിട്ട് കാര്യം ഓർത്തത്. ആ ചേട്ടന്മാരല്ലേ കൂടെ നിന്ന് ചേട്ടന്മാര്, അവരെങ്കിൽ എന്നെ അടിച്ചു വീഴ്ത്തി. ഞാനെങ്കിൽ ബോധമില്ല കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബോധം കിട്ടി എഴുന്നേറ്റപ്പോഴത്തേക്കാണെങ്കിലേ അവിടെ എനിക്ക് ഒരു മരം വാങ്ങി കത്തി വീണ് കിടക്കുന്നു. പിന്നെ എനിക്ക് ഇപ്പുറത്ത് നോക്കിയപ്പോഴേ ഞാൻ ചേട്ടന്മാരുടെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്നത്. എന്തോ അവശിഷ്ടമൊക്കെ കിടക്കുന്നുണ്ട്. ആ ചേട്ടന്മാരെ എനിക്ക് ഏതോ മൃഗങ്ങൾ ഏതാണ്ട് വന്ന് കടിച്ചു തന്നാന്ന് തോന്നുന്നു. കിങ്ങണിക്കൊന്നും പറ്റാഞ്ഞ കാര്യം. കിങ്ങണി ആ മൃഗം ഉപദ്രവിച്ചില്ലല്ലോ. ഓ ശരിയാ, ആദ്യം നമ്മൾ എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ ഹാപ്പി ആയി നമ്മളെല്ലാരും അല്ലേ? അതെ അതെ, ഇനി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. ഓ ഇനി തവള ഒന്നും പിടിക്കാൻ നിൽക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി. ശരി ചേച്ചി, തവളയൊന്നും വേണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതി. ഇനി നമ്മളെന്തായാലും ഇങ്ങനെ രക്ഷപ്പെടുന്നു ഉദ്ദേശിച്ചതേ ഇല്ലല്ലേ. ആ ചേട്ടന്മാർ എന്തായാലും നല്ല ശിക്ഷ കിട്ടിയല്ലോ. നിന്നെ ഉപദ്രവിച്ച ആ ബോധം കിട്ടിയോണ്ടാ. അതെ അതെ.